ഇപ്പം നമ്മുടെ ബിസ്ക്കറ്റ് കണ്ടില്ലേ, എല്ലാവരും കൂടെ ഒരു വയലിനകത്ത് കുത്തിയിരിക്കുവാണ്. ബ്രൂണോയുടെ കാര്യം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, കുളിക്കാൻ ഇത്രയും മടിയുള്ളൊരു സാധനം ലോകത്തില്ല. നമ്മുടെ അമ്മണിക്ക് ബിസ്ക്കറ്റ് അല്ലല്ലോ, റസ്ക്കാണ് കേട്ടോ. അമ്മണിക്ക് റസ്ക്കാണ് ഇഷ്ടം. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പം എല്ലായ്പ്പോഴും നമ്മൾ കൃഷിയും പാചകവും ഒക്കെ ആണല്ലോ കാണിക്കുന്നത്. പക്ഷേ ഇന്ന് അതല്ല കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ട് അല്ലേ. നമ്മുടെ ബ്രൂണോയും ബ്രൗണിയും അതേപോലെ തന്നെ ആട്, കോഴി, നമ്മുടെ കിളികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ നമ്മൾ വളർത്തിയാൽ മാത്രം പോരാ, എന്ത് വേണം, അവരുടെ കൂടൊക്കെ നമ്മൾ വൃത്തിയാക്കണം. അപ്പോൾ നമ്മൾ കൂട് വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ ഒരാൾ മാത്രം അതിനകത്ത് ശ്രമിച്ചാൽ പോരാ. നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളെ എല്ലാം നമ്മൾ അതിനകത്ത് ഒരു നൈസിന് അതിനകത്ത് ഉൾപ്പെടുത്തണം അല്ലേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ നമ്മുടെ കൂട് വൃത്തിയാക്കാമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ആദ്യം തന്നെ നമ്മൾ മുയലിൻ്റെ കൂടാണ് വൃത്തിയാക്കുന്നത്. മുയലിൻ്റെ കൂട് വൃത്തിയാക്കാൻ ഏറ്റവും മിടുക്കൻ പപ്പ തന്നെയാണെന്നാണ് തോന്നുന്നത്. കാരണം പപ്പയാണ് ഇവിടെ ഈ കൂട്ടിനകത്ത് പല വിദ്യകളും കാണിച്ചു വെച്ചിട്ടുണ്ട്. അത് നേരിട്ട് മണ്ണിൽ നിൽക്കാതെ, തറയിൽ നിൽക്കാതെ, അതിന് പിന്നെ പൊക്കത്തിൽ പലകകളും ഒക്കെ, മാർബിളോ ഏതാണ്ടൊക്കെ കഷ്ണം വീടിൻ്റെ ബാക്കി വന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇഷ്ടികയൊക്കെ വെച്ചിട്ട് പൊക്കി വെച്ച് ഇങ്ങനെ ഒക്കെ വെച്ചിരിക്കുകയാണ്. അപ്പം അതെല്ലാം പുറത്തിറക്കണം എന്നുണ്ടെങ്കിൽ പപ്പയുടെ പ്രയത്നം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് പപ്പ എല്ലാം അതെല്ലാം എടുത്ത് പുറത്തോട്ടാക്കിയിട്ട് ആദ്യം തന്നെ നമ്മുടെ മുയൽക്കുട്ടന്മാരെ എടുത്ത് പുറത്താക്കുക. പിന്നെ പലകകളെല്ലാം പുറത്താക്കിയിട്ട് വേണം അതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട്. ഇനി അടുത്ത് നമ്മുടെ മെറിൻ ഇറങ്ങിയിട്ടുണ്ട്. നീ മെറിൻ ഇനിയാണ്ട് ഇവിടെ എല്ലാം കൈ എല്ലാ പണിയും ചെയ്തോണം, എളുപ്പമാവട്ടെ. അതുകൊണ്ട് ഇവിടെ എല്ലാം ഉറുമ്പ് കയറി വരുന്നുണ്ട്. ഇപ്പം ഈ കിളിയുടെയൊക്കെ തീറ്റയും ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഉറുമ്പിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. അപ്പം ഫിനോയിലൊക്കെ ഒഴിച്ച് എല്ലാം നല്ലതുപോലെ വൃത്തിയാക്കണം. അപ്പം നമ്മുടെ മുയലിൻ്റെ കൂട്ടിനകത്തോട്ടും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. മെറിനെ എന്തായാലും വന്നില്ലേ, നല്ലതുപോലെ അങ്ങ് തൂത്തു. ഇനിയിപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് വൃത്തിയാക്കിയാൽ മതിയല്ലോ. അവിടെ നിന്ന് അങ്ങ് കളിച്ചോ, ഇറങ്ങി കളിക്കണ്ട എന്തായാലും. നല്ല വൃത്തിയായിട്ടങ്ങ് പോട്ടെ. പിള്ളേരുണ്ടൊക്കെ നമ്മളെന്തൊക്കെ ജോലിയൊക്കെ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് മയത്തിലൊക്കെ പറഞ്ഞാൽ അവർ വല്ലതൊക്കെ ചെയ്തു തരും. അവിടെ മെറിനെ ഇങ്ങോട്ട് പാടി ഇത് ചെയ്യടി എന്ന് പറഞ്ഞാൽ മമ്മിയെ കണ്ട് വേണം ആൾക്കാർ പഠിക്കാൻ. പണി ചെയ്യിപ്പിക്കുമ്പോഴേ നമുക്കറിയാം മോളെ മെറിനെ. പിന്നല്ലാതെ അങ്ങനെ നയത്തിലും മയത്തിലൊക്കെ അല്ല വെച്ചാ എബിനെ മോനെ ഒന്ന് വന്നേ, ആ വിളി കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും എന്തോ പണി പണിക്കാ. എല്ലാവരും ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ വല്ലതൊക്കെ ചെയ്യണം, നല്ലതാ. പ്രകൃതിയായിട്ടൊക്കെ ഇണങ്ങി ജീവിക്കണം. എന്തോ പഠിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായില്ലേ? എല്ലാ ജോലികളും അറിഞ്ഞിരിക്കണം, പഠിപ്പിച്ചെടുക്കാൻ. പപ്പ മുയലിൻ്റെ കൂടെല്ലാം നല്ല കല്ലൊക്കെ വെച്ചിട്ട് വീണ്ടും പഴയ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം പഴയ രീതി തന്നെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിഭാഗത്ത് അവർക്ക് ഒരു മാളത്തിൻ്റെ പ്രതീതിയിലാണ് കൂടൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആഹാരമൊക്കെ നമുക്ക് മേളിൽ വെച്ച് കൊടുക്കാം. അപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, അഴുക്കൊന്നും ആകാതെ അവർക്ക് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം, മേളിൽ ഇങ്ങനെ ഓടിക്കളിക്കുകയും ചെയ്യാം. അപ്പം നമ്മുടെ മുയൽക്കുട്ടന്മാരെയൊക്കെ നമ്മൾ പുറത്തോട്ട് ഇറക്കിയപ്പോൾ അവരെല്ലാം അംഗൻവാടി വിട്ട് പുറത്തിറങ്ങുന്ന കൊച്ചുങ്ങളുണ്ടല്ലോ, അവരെ പോലെ തുള്ളിച്ചാടി ഇങ്ങനെ നമ്മുടെ ഗ്രൗണ്ടിൽ മൊത്തം ഇങ്ങനെ ഓടി നടക്കുക. അവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എപ്പോഴും ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയല്ലേ, ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ കിട്ടുന്ന സമയം അവർ ശരിക്കും വിനിയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം അവിടെ ഇങ്ങനെ തുള്ളിച്ചാടി നമ്മുടെ ചെടികളുടെ ഇലകളൊക്കെ തിന്നിട്ട് ഇങ്ങനെ നടക്കുക. മുറ്റത്ത് പോയതിന് എല്ലാം അഴുക്കാം ഉണ്ട്. മെറിന് മാത്രമേ ഇങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ, നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല. കാല് മൊത്തം അഴുക്കാ. ഹലോ, നിന്റെ പല്ലെന്ത് ചെയ്താ? നിന്റെ പല്ലെന്ത് ചെയ്താ? പല്ലെന്ത് കാണിച്ച എല്ലാവർക്കും? പല്ലെന്ത് ചെയ്താ? അയ്യോ
കുഞ്ഞാവ അറിയാക്കത്തില്ല. ഒരാളെ ഇങ്ങനെ എടുക്കാൻ ഒക്കത്തോളൂ. മറ്റേ വിരുപ്പിളേനാ. അങ്ങനെ രണ്ടുപേരും കൂട്ടിൽ തിരിച്ച് കയറിയിട്ടുണ്ട്. അതാ ഫുഡൊക്കെ കൊടുത്ത് കുറേ ക്ഷീണിച്ചിട്ടുണ്ട് അവർ ഓടിച്ചാടി കിടന്നിട്ട്. ഇനി കുറച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അവർ റെസ്റ്റ് ചെയ്യാൻ പോയി. ഇനി ഇത് കഴിഞ്ഞിട്ട് അവർക്ക് കൊടുത്ത പുല്ലുതാ ഈ സൈഡിൽ നിന്ന് കോഴികൾ കൊണ്ടുപോവുക. അപ്പം നമ്മുടെ മുയൽക്കുട്ടനുണ്ടായിരുന്ന വെള്ളമൊക്കെ കുടിച്ചിട്ട് അതിൻ്റെ ചുണ്ടൊക്കെ തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അവരും ഇവിടെ ഹാപ്പിയായി, എല്ലാം നല്ല നീറ്റായി അവരുടെ കൂടും. ഭയങ്കര വെള്ളം കൂടിയാണ് കേട്ടോ. ഓഹോ, ദിവസം 3-4 വട്ടമെങ്കിലും അവർക്ക് വെള്ളം കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. ഒക്കെ കുടിക്കുന്നത് കൊടുത്ത് നല്ല രുചിയുണ്ട് അല്ലേ ഹണി? അയ്യടാ. ഞാൻ അടുത്ത പ്രാവിൻ്റെ കൂടാണ് വൃത്തിയാക്കുന്നത്. അപ്പം ആദ്യം ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഓരോന്നോരോന്നെടുത്ത് താത്ത് വയ്ക്കാം. ഇടയ്ക്ക് ഇതൊന്നും പറന്നു പോവാതെ നോക്കുകയും വേണം. അപ്പോൾ കുറേ ബൈൻഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്, അവർക്ക് കളിക്കാനും കിടക്കാനും ഒക്കെ ആയിട്ട്. അപ്പം പ്രാവിൻ്റെ കൂട് വൃത്തിയാക്കാനും നമ്മുടെ മെറിന മെടുക്കുക കേട്ടോ. എപ്പോഴും പ്രാവും കൂട് വൃത്തിയാക്കുന്ന മെറിന. ഓരോന്ന് പാത്രങ്ങളൊക്കെ ഇങ്ങോട്ട് പറക്ക അതിനകത്തിരിക്കുന്നു. നീ പാത്രങ്ങളെല്ലാം കഴുകി വെക്കണം, എല്ലാം നാശമാക്കി വെച്ചിരിക്കാം. മെറിന അവിടുന്ന് ആ ബൈൻഡ് ഇങ്ങോട്ട് അങ്ങ് ചുറ്റി മടക്കി ഇങ്ങനെ ഇങ്ങ് കൊണ്ടുപോരെ. ഓ, മാറുള്ളാരെ വണ്ടി വരുന്നു, മാറിക്കോ. അങ്ങനെ ഉരുട്ടി. ഇനി ആ ബൈൻഡ് എടുത്ത് അങ്ങ് അപ്പുറത്തോട്ട് വെക്കാം. മുട്ട കാണാത്ത പൊട്ടും. അരുവിലോട്ട് വെച്ച് കൊടുക്കാം. പോട്ടെ. 2 മുട്ട ഇട്ട് വെച്ചു. അതിനകത്ത് എല്ലാവരും കൂടെ അഭയാർത്ഥി ക്യാമ്പിൽ താമസിക്കുന്നത് പോലെ ആദ്യത്തെ കുഞ്ഞുങ്ങളും എല്ലാവരും കൂടെ അതിനകത്ത് അങ്ങ് താമസമായിരുന്നു. ഇനി അതിഞ്ഞ് മാറ്റിയരേ. വെള്ളപ്രാവിനെ നമ്മൾ താഴോട്ട് മാറ്റി. വെള്ളപ്രാവും ഈ ബിസ്ക്കറ്റും എല്ലാവരും കൂടെ കിടന്ന ഭയങ്കര കൊത്തുകൂടലായിരുന്നു. അങ്ങനെ വെള്ളപ്രാവിനെ നമ്മൾ കുറച്ച് ദിവസം കോഴിയുടെ കൂടെ ഇട്ടിരിക്കുമായിരുന്നു. കോഴിയുടെ കൂടെ എന്നിട്ടും അടിയായിരുന്നു. അപ്പം കോഴിയുടെ കൂടെ നിൽക്കേണ്ടെന്നിട്ട് ഒരു ബൈൻഡൊക്കെ വെച്ച് അതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ആ ബൈൻഡിനകത്താണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ കൂടിൻ്റെ സൈഡിൽ ഇരിക്കുന്ന എല്ലാം അഴുക്കളൊക്കെ ഇരിപ്പുണ്ട്. അതെല്ലാം അതിൻ്റെ പൂടകൾ എല്ലാം ഇരിപ്പുണ്ട്. അതെല്ലാം ഇനി എടുത്ത് എല്ലാം മാറ്റിയിട്ട് നല്ല വൃത്തിയാക്കണം. അതിന് പപ്പയെ നല്ല ഉഷാറായിട്ടെല്ലാം ചെയ്തു തരുന്നുണ്ട്. അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ കേട്ടോ. അല്ലാതെ ഒരാൾ മാത്രം ചെയ്യാമെന്ന് വെച്ചാൽ ഒരു കാര്യവും നടക്കത്തില്ല. അവരെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഒന്ന് പുകഴ്ത്തിയൊക്കെ കൊടുക്കണം. നല്ല പപ്പ, നല്ല മക്കൾ എന്നൊക്കെ പറഞ്ഞാലേ വല്ല കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് പൊക്കി പണി ചെയ്യിപ്പിക്കാൻ ഭയങ്കര എടുക്ക. അപ്പം ആ കൊച്ചുങ്ങളെയൊക്കെ ഇനി ഇപ്പുറത്തോട്ടാക്കണം. പപ്പ ബൈൻഡ് ഇനി എന്താ ചെയ്യുന്നത് അറിയാമോ? കട്ട് ചെയ്തിട്ട് കുറച്ച് ഭാഗം അവിടെ നിവർത്തിയിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ബൈൻഡ് വെട്ടി എടുത്ത് ഇപ്പുറത്തോട്ട് വെച്ചിട്ട് അവരെല്ലാം ഈ സൈഡിലോട്ടാക്കുക. അപ്പം നല്ല അവർക്ക് മെത്ത ഇട്ട് കൊടുത്ത മാതിരി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി അവരുടെ ബൈൻഡ് വെട്ടി ഇങ്ങോട്ട് നീക്കി വെക്കാം. ഇനി പിള്ളേരെല്ലാം ഇങ്ങോട്ട് വന്നേ. അടുത്ത റൂമിൽ കയറിക്കോ എല്ലാവരും. വരും. അവരിഞ്ഞ് വന്നോളും പപ്പേ. അത് 2 മുട്ട ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും അത് ചവിട്ടി പൊട്ടിച്ച്, ആദ്യത്തെ കൊച്ചുങ്ങളും എല്ലാവരും കൂടെ ചേർന്നിട്ട്. എന്നിട്ട് ഇനി ആ സൈഡും കൂടെ വൃത്തിയാക്കണം. ആ സൈഡ് വൃത്തിയാക്കുമ്പോഴത്തേക്ക് അവരിഞ്ഞ് ഇപ്പുറത്തോട്ടിഞ്ഞ് വന്നോളും. മൂലയ്ക്കോട്ട് പോയി ഇരിക്കുക. ഇവരൊരു ചിറകടിയുണ്ട് ഇടയ്ക്കിടയ്ക്ക്.
അപ്പോഴത്തേക്ക് അവരുടെ രോമം എല്ലാം ഈ എഴിക്കകത്തെല്ലാം അങ്ങ് കയറിയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വൃത്തിയാക്കി കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ ഇവർക്കൊക്കെ ഓരോ അസുഖങ്ങൾ എപ്പോഴാണ് പിടിപെടുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം എല്ലാവരും കൂടെ ഒരു ബൈൻഡിനകത്ത് കയറി ഇരിപ്പുണ്ട്. അപ്പം ഇങ്ങനെ കൂട് വൃത്തിയില്ലാതെ കിടന്നാൽ പിന്നെ കിളികൾക്കും കുഴപ്പമാണ്, അതേപോലെ നമ്മുടെ താമസിക്കുന്നവർക്കും അതിൻ്റെ പൊടി അലർജിയൊക്കെ നമുക്കും ഉണ്ടാകും. അപ്പോൾ എപ്പോഴും നമ്മൾ ക്ലീനായിട്ട് ഇട്ടിരുന്നാൽ വലിയ കുഴപ്പമില്ല, വലിയ അസുഖങ്ങളൊന്നുമില്ലാതെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ കാണാനൊരു വൃത്തി വേണമല്ലോ എപ്പോഴാണെന്നുണ്ടെങ്കിൽ. ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം നമ്മൾ വൃത്തിയും മെനയും ഇല്ലാതെ ഇങ്ങനെയൊക്കെ വളർത്തിയിട്ട് എന്തോ കാര്യം. മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ഇട്ടെങ്കിൽ മാത്രമേ അത് രസമായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ തീറ്റപാത്രങ്ങളും അതേപോലെ തന്നെ വെള്ളം വയ്ക്കുന്ന പാത്രങ്ങളും ഒക്കെ നമ്മൾ കഴുകണം. കഴുകിയിട്ട് വീണ്ടും അതേപോലെ അവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് കെട്ടി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് കൂട് മൊത്തം അതിങ്ങനെ വെള്ളമാക്കിയിട്ട് ആ ബൈൻഡ് മൊത്തം അങ്ങ് നനച്ച് നശിപ്പിച്ച് കളയും അങ്ങ്. ഇപ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്, അത് ഹോളിട്ടിട്ട് ഇങ്ങനെ കെട്ടി വെച്ച് കൊടുക്കണം. ഇപ്പം നമ്മുടെ ബിസ്ക്കറ്റ് കണ്ടില്ലേ, എല്ലാവരും കൂടെ ഒരു ബൈൻഡിനകത്ത് കുത്തിയിരിക്കുവാണേ. നമ്മുടെ അഭയാർത്ഥികൾ വന്നിരിക്കുന്നവരുണ്ട് എല്ലാവരും കൂടെ. എല്ലാവരും ഒരിടത്ത്, രണ്ടുപേരും മേളിലിരിപ്പുണ്ട്. അപ്പം വെള്ളയും കൂടെ ഉള്ളപ്പോഴായിരുന്നു അതിനകത്ത് അടി, പൊരിഞ്ഞ അടിയായിരുന്നു അതിനകത്ത്. ഇപ്പം ഇത്തിരി മാറ്റമായി, സമാധാനമുണ്ട് ഇപ്പം. ഞാൻ പാത്രം കഴുകി നോക്കിക്കൊണ്ടിരിക്കുക ഇവിടെ ഒരാൾ. ബ്രൗണി ഒന്ന് സഹായിക്കടാ, ഒന്ന് നോക്കിക്കൊണ്ടിരിക്കാതെ. ആ സഹായിക്കാന്ന് മക്കളെ. ബ്രൗണി ഇനി വാ. ആ അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുക. വാ ബ്രൗണി, ഒരു കൈ സഹായം എന്താടാ. ഇപ്പം നമ്മുടെ പെറ്റ് അനിമൽസിൻ്റെ പാത്രങ്ങളെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്ന പാത്രങ്ങളും. ഇനി അതെല്ലാം ഇനി വീണ്ടും നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. ഇനി നമ്മുടെ ബ്രൗണിയുടെ കുളിയാണ് ഇവിടെ നടക്കുന്നത്. കൂട്ടിൽ തന്നെ നിർത്തി അങ്ങ് കുളിപ്പിക്കുക, അപ്പോൾ ആ കൂടും അങ്ങ് വൃത്തിയായിക്കോളും. തന്നെയല്ല അവൻ്റെ ചെയിനൊക്കെ പൊട്ടിച്ചോളഞ്ഞു. എത്ര ചെയിൻ വാങ്ങിച്ചു കൊടുത്താലും അവനത് നശിപ്പിക്കും. ഇപ്പം പപ്പ 350 രൂപയ്ക്ക് ഒരു ചെയിൻ വാങ്ങിച്ചു. അതിപ്പോൾ എവിടെയോ പോയപ്പോൾ അത് കൊണ്ട് കളഞ്ഞിട്ട് ഇനി വന്നു. അപ്പം അതുകൊണ്ട് കൂട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക ആശാന്. തേക്കട്ടെ, സോപ്പിടട്ടെ. അപ്പം അതിൻ്റെ കൂടെ തന്നെ അവരുടെ കൂടും കൂടെ അങ്ങ് കഴുകി വൃത്തിയാക്കാം. വെള്ളമൊക്കെ പോകാൻ നല്ല ഓവുണ്ടായതുകൊണ്ട് അങ്ങ് പൊക്കോളും. ബ്രൗണി നല്ല സുഖമുണ്ടോ ബ്രൗണി കുളിച്ചപ്പം? നല്ല ചുജമുണ്ടോ? നല്ല ചുജമുണ്ടോ? മതി, ഇനി ബ്രൂണോയ്ക്ക് കുളിക്കാം. അപ്പം നമ്മുടെ ബ്രൂണോയുടെ കാര്യം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. കുളിക്കാൻ ഇത്രയും മടിയുള്ളൊരു സാധനം ലോകത്തില്ല. നിൽക്കുന്നുണ്ടോ? ഓ എന്നെ കുളിപ്പിക്കാൻ വന്നേക്കുന്നു. സോപ്പൊന്നും തേക്കാനൊന്നും സമ്മതിക്കത്തില്ല. നല്ല പൂടക്കുട്ടനായിട്ടുണ്ട് ഇപ്പോൾ അല്ലേ, ഇഷ്ടംപോലെ ആയിട്ടുണ്ട് രോമം. ഇപ്പം ഡാ ബ്രൂണോ ഇങ്ങോട്ട് നോക്കിക്കേ. പക്ഷേ പണ്ടത്തെ കുരയൊന്നുമില്ല അല്ലയോ? പണ്ടാണെങ്കിൽ വെള്ളം കാണുമ്പോൾ നമ്മളെ തിന്നാൻ വരുമായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. ഇപ്പം അനിയൻ കുളിക്കുന്ന കണ്ട് ഇപ്പം അവനും കുളിക്കാൻ ഇൻട്രസ്റ്റ് ആയെന്ന് തോന്നുന്നു. മുഖം കാണട്ടെ ബ്രൂണോ ഇങ്ങോട്ട്. ബ്രൂണോ ഇങ്ങോട്ട് നോക്കട്ടെ. വാ, മുഖം കഴുകണ്ടായോ? ആ സൈഡിലൂടെ. അവിടെയല്ല. ചിച്ചിയൊക്കെ കഴിവണ്ടേ എവിടെയാനൊക്കെ? എവിടാ? ഇവിടോ? ഉണ്ട്. പപ്പ കുളിപ്പിച്ചാൽ ഇവരൊന്നും ബഹളം വയ്ക്കാത്തതിൻ്റെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. കുളി കഴിഞ്ഞാൽ ഉടനെ അവർക്ക് ബിസ്ക്കറ്റ് കിട്ടുമെന്നറിയാം. കണ്ടില്ലേ, എല്ലാവർക്കും കൊണ്ടുവന്ന് ബിസ്ക്കറ്റ് കൂടെ കൊടുക്കും. ബ്രൗണി എന്തുകൂടെ എങ്ങനെയൊക്കെ കഴിക്കുന്നേ? അടുത്തത് നമ്മുടെ അമ്മണിക്കുട്ടിയുടെ കുളിയാണ്. അതും പപ്പയാണെന്ന് ഏറ്റെടുത്തിരിക്കുന്നത്. അമ്മണി എന്തായാലും നിന്ന് കൊടുക്കുന്നുണ്ട്. നമ്മൾ സോപ്പ് വല്ലതും തേക്കാനായിട്ട് ചെന്നാൽ അവൾക്ക് പിന്നെ കുളിക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ആഴ്ച 1-2 ദിവസം നമ്മളിങ്ങനെ അവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അവൾ നല്ല വൃത്തിയായിട്ടാണ് നിൽക്കുന്നത് എപ്പോഴും. സുന്ദരിക്കുട്ടിയല്ലേ നമ്മുടെ അമ്മണിക്കുട്ടി. നമ്മുടെ അമ്മണിക്ക് ബിസ്ക്കറ്റ് അല്ലല്ലോ, റസ്ക്കാണ്. കേട്ടോ, അമ്മണിക്ക് റസ്ക്കാണ് ഇഷ്ടം. നല്ല കരികിരാന്നങ്ങ് കഴിച്ചോളും.
അപ്പം ലവ് ബേഡ്സിൻ്റെ കൂട് വൃത്തിയാക്കാൻ പപ്പയും കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. പപ്പ ഒരു ബാലൻസൊക്കെ പിടിച്ച് അവിടെ നിന്നിട്ട് കിളിയൊന്നും പറന്നു പോകാത്ത രീതിയിലൊക്കെ നിന്നിട്ട് എല്ലാം മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയതൊന്നും വേണ്ട, കിളി പോയി. പിന്നെ ആശാൻ പഴിച്ചാൽ കുറ്റമില്ലല്ലോ അല്ലേ. അയ്യോ, കിളികൾക്കാണ്ട് ഊഞ്ഞാൽ വേണോ, അവർക്ക് നടന്നു പോകാനുള്ള വഴി വേണോ, എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ചെയ്തു വെച്ചേക്കെന്നറിയാമോ. ഇനിയിപ്പോൾ അതിനകത്തോട്ട് ഇടാനുള്ള ബൈൻഡൊക്കെ അളന്ന് തിട്ടപ്പെടുത്തിയൊക്കെ അതിനകത്തോട്ട് ഇടാൻ നോക്കുവാണേ. എത്ര ഇട്ടാലും അവർ നിമിഷ നേരം കൊണ്ട് കാഷ്ടിച്ചൊരു പരുവാക്കി തരും. അപ്പോൾ ഇത് തുറന്നിട്ട് കാണിക്കാൻ പറ്റത്തില്ല, നമ്മുടെ കിളി പറന്നു പോകും. പപ്പ കണ്ട് നല്ല ബൈൻഡൊക്കെ നല്ലതുപോലെ അതിനകത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ, സൂപ്പറാക്കിയിട്ടുണ്ട്. 2 ദിവസം കഴിയുമ്പോൾ അറിയാം അതിൻ്റെ ഒരു പരുവം എന്താവും എന്നുള്ളത്. അപ്പം നമ്മുടെ മുയലിൻ്റെ കൂടും വൃത്തിയായി, നമ്മുടെ ലവ് ബേഡ്സിൻ്റെ കൂടും വൃത്തിയായിട്ടുണ്ട്. അപ്പം നമ്മുടെ ലവ് ബേഡ്സിൻ്റെ കൂടും നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുയലിൻ്റെ കൂടും വൃത്തിയാക്കിയിട്ടുണ്ട്. മുയലിൻ്റെ കൂടിനകത്ത് ഇനി നമുക്ക് അതിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. കിളികളുടെ കൂട് എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് പിന്നെ നമ്മുടെ തുളസിയില എന്ന് പറയുന്നത്. അത് അതിനകത്തോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഒരു എളുപ്പം വന്ന് കൊത്തിയൊക്കെ കഴിച്ചോളൂ. അത് പനിക്കൂർക്കയുടെ ഇല, തുളസി ഇലയൊക്കെ നമ്മുടെ ലവ് ബേഡ്സിന് കൊടുക്കുന്ന ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ലവ് ബേഡ്സിൻ്റെ കൂട്ടിലും ചെറിയ ഭരണപരിഷ്കാരങ്ങളൊക്കെ നടത്തി കമ്പൊക്കെ മേലോട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരും നല്ല ഹാപ്പിയാണ് കേട്ടോ. അവരും ഊഞ്ഞാലാടുന്നുണ്ട്. അതിനകത്ത് തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളയ്ക്കകത്ത്. അതവിടെ പോയിട്ട് കഴിക്കുക. അപ്പോൾ ഇവർക്ക് തീറ്റ കൊടുത്തിരുന്ന പാത്തിയാണിത്. ഇപ്പോൾ നമ്മുടെ വീട് പണി സമയത്തൊക്കെ നമ്മൾ മഴവെള്ളം പോകാനായിട്ടുള്ള പാത്തി നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അത് അവർക്ക് തീറ്റ കൊടുക്കാനായിട്ട് ഇങ്ങനെ എടുത്തേക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം. അതൊക്കെ ഒന്ന് പുറത്തോട്ട് എടുക്കാൻ. കോഴിക്കൂട് വൃത്തിയാക്കുന്നത് എവനെ ഏൽപ്പിക്കാമെന്ന് കരുതിയതായിരുന്നു. കള്ളം അടിച്ച് നിൽക്കുക കേട്ടോ, ക്യാമറ കൊണ്ട് നിൽക്കുകയാണ്. എവന് കുറച്ച് ചെയ്തൂടെ? ഇത്രയും വേലകൾ കണ്ടില്ലേ. എബിൻ പറയുന്നത് എബിൻ ചെയ്താലേ ക്യാമറ ശരിയാവത്തോളൂ. എന്താണെന്നറിയാമോ പറഞ്ഞേ? നമ്മുടെ അടുത്താ കളിയില്ല. അപ്പം വരുന്നില്ലേ ഇത് ചെയ്യുന്നതിന്? പിന്നെ എന്നാ വാടേ. മമ്മി നല്ല വൃത്തിയായിട്ട് ചെയ്യും. കോഴിക്ക് മമ്മിയാ ഇഷ്ടം. എബിനായിരുന്നു ഇഷ്ടം. മുട്ട ഇടുമ്പോഴെല്ലാം ഇവിടെ തിരക്കാറുണ്ട്. എബിൻ എന്തിയെന്ന്. അപ്പോൾ ഇനി ഇത് അങ്ങോട്ട് നീക്കാം. അപ്പം നമുക്ക് ഒരു സൈഡിൽ നിന്നുള്ളതുണ്ടല്ലോ, ഒരു സൈഡിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. ഇത് നമ്മൾ അറക്കപ്പൊടിയൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം നല്ല വളമാണ്. ഇപ്പം മഴ സമയമൊക്കെ ആണല്ലോ. അപ്പം നമുക്കിനി ഇത് തെങ്ങിൻ്റെ മൂട്ടിലൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കണം. ഇത് ഇഷ്ടം പോലെ ഉണ്ട്. എന്നിട്ട് ഇനി നമുക്ക് പുതിയ അറക്കപ്പൊടി ഇതിനകത്തോട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇവിടെ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ട് കോഴികളെ എല്ലാം ഇങ്ങോട്ട് പറഞ്ഞു വിടും. ഇനി അതുകൊണ്ട് ഇനി കോഴിക്കഷ്ണം ഉണ്ടല്ലോ കുറച്ച് നമുക്കിഞ്ഞും വാരം, അല്ലെങ്കിൽ അത് നീക്കി എടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. ഇത് എന്നിട്ടിനി നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തെങ്ങിൻ്റെ മൂട്ടിൽ നമുക്ക് കൊണ്ടിട്ട് കൊടുക്കാം. നല്ല വളമാണ് കേട്ടോ അത്. തെങ്ങിനൊക്കെ പച്ചക്കറിക്കാണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല വളമാണ്. പിന്നെ കുറേ നാൾ പഴകിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറിക്കൊക്കെ ഇട്ട് കൊടുക്കാം. തെങ്ങിന് വലിയ പ്രശ്നമില്ല. എനിക്ക് അതിനകത്തോട്ട് കയറാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് കണ്ട പപ്പ എല്ലാം വാരി തരുമോ പാവം. എന്തോ വേണം. അത് തെങ്ങിൻ്റെ മൂട്ടി കൊണ്ട് ഇട്ടിട്ട് കേട്ടോ. അപ്പം നമുക്ക് തെങ്ങിൻ്റെ ചുറ്റിനും ഇങ്ങനെ ഒരുപാട് മൂട്ടിലിട്ട് കൊടുക്കണ്ട, ഇങ്ങനെ ദൂരെ മാറ്റി ഇട്ട് കൊടുക്കാം. ആ തടമൊക്കെ തുറന്നിട്ടിരിക്കുവാണല്ലോ. അപ്പം ഇങ്ങനെ അങ്ങോട്ട് ചുറ്റിനും ഇട്ട് കൊടുക്കണം. അപ്പം പപ്പ ചെയ്ത് കുഴഞ്ഞ് കണ്ടപ്പം പിന്നെ എബിനും തോന്നി കുറച്ച് എടുത്തേക്കാമെന്ന്. എനിക്ക് സന്തോഷം. അതെ, എനിക്ക് അതിനേക്കാൾ സന്തോഷമായി. അതാ മോൻ കാണുമ്പോഴേ അറിയാമല്ലോ. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സുഖം ഉണ്ടെന്ന് മനസ്സിലായില്ലേ അവനെ? കളികൊണ്ടിരിക്കുവാൻ തോന്നുന്നു. ദേഷ്യമുണ്ടോ അവനെ? ഉണ്ടോ? കൊച്ചു ചെയ്യുന്നേം പോരാ. ഇപ്പം കോഴികളാണ്ട് എല്ലാവരും കൂടെ ഒരു സൈഡിൽ വന്ന് ഇപ്പോൾ അവിടെ വൃത്തിയാക്കിയപ്പോഴേ ഇനി എല്ലാവരും ഇനി അങ്ങോട്ട് പറഞ്ഞു വിടണം. പോയിക്കേ പിള്ളേരെ, എല്ലാവരും കൂടെ അങ്ങോട്ട് പോയിക്കേ. പോ. അപ്പുറത്തോട്ട് പോയേ എല്ലാവരും. ഇനി ആ പലക വെച്ചങ്ങ് അടച്ചാൽ അവിടെ.
അയ്യോ കഥ തുറന്നു കിടക്കുന്നു ഇവനെ. ഓടിക്കളയല്ലേ പിള്ളേരെ. അപ്പോൾ ഇവിടെയും കുറച്ച് കോഴി കിടപ്പുണ്ട്. ഒരു 10-13 കോഴി ഇവിടെയും കിടപ്പുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ജോലി എനിക്ക് മാത്രമാണ്. എല്ലാവരും കുഴഞ്ഞു, എല്ലാവരും പയ്യെ പയ്യെ വലിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഇത് ഞാൻ തന്നെ ചെയ്യാം. അപ്പം ഈ കൂടും അങ്ങനെ വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തെല്ലാം ഇറക്കപ്പൊടി ഇടണം. ഞാൻ ചെയ്യുന്നതിനായിട്ട് പപ്പയും കൂടെ എന്തായാലും അതിൻ്റെ കൂടെ കൂടി എല്ലാം കൊണ്ടുവന്ന് നമ്മുടെ റിങ്ങിനകത്ത് കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. എല്ലാം തെങ്ങിൻ്റെ കൂട്ടിക്കൊണ്ടിട്ട് അത് ഇനിയും മുമ്പോട്ട് നമുക്ക് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ഉപകരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം കോഴികളെല്ലാം കൂടെ ദണ്ട് മേലത്തെ കൂട്ടിനകത്തോട്ട് ആക്കിയിരിക്കുകയാണ്. അപ്പം പുതിയ കോഴികളും പഴയ കോഴികളും കിടപ്പുണ്ട്. പുതിയ കോഴികളെ ഇട്ടങ്ങ് കൊത്തുവാണ്. ഇപ്പോൾ ഇനി അറക്കപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇനി അവരെ പെട്ടെന്ന് തന്നെ താഴോട്ട് മാറ്റണം. അല്ലെങ്കിൽ ഇവിടെ വല്ലതൊക്കെ നടക്കും കോഴികൾ തമ്മിൽ. അപ്പോൾ ഇവനും പപ്പയും കൂടെ ഒക്കെ പോയിട്ട് മില്ലിൽ പോയി അറക്കപ്പൊടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് കൂട്ടിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പം കോഴികളൊക്കെ നല്ല ഫ്രഷായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അവരുടെ തീറ്റയൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൂട്ടിൽ അറക്കപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കോഴികളുടെ സന്തോഷത്തോടെ എൻ്റെ ചിറകൊക്കെ അടിച്ച് ഇങ്ങനെ ഇവിടെ കിടക്കുകയാണ്. കണ്ടോ, തീറ്റയൊക്കെ കൊടുത്തിട്ട് അവർ നല്ല ഹാപ്പിയായി. അപ്പം നമ്മുടെ വെള്ളപ്രാവുകൾക്ക് നമ്മൾ സെപ്പറേറ്റ് ഒരു റൂമൊക്കെ കൊടുത്തു കേട്ടോ. അപ്പം കോഴികളെല്ലാം ഒരു സൈഡിലോട്ടാക്കിയിട്ട് അവർ സ്വസ്ഥമായിട്ട് കഴിയട്ടെ നേരി. അപ്പോൾ അവർക്ക് വഴക്കാളികളായതുകൊണ്ട് അവർക്ക് എങ്ങും സ്ഥാനമില്ല. അപ്പം പപ്പ തന്നെയാണ് ഇവിടെ ഒരു പലക വെച്ച് അടിച്ചിട്ട് അവർക്ക് സെപ്പറേറ്റ് ഒരു റൂമൊക്കെ ആക്കി കൊടുത്തത്. അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം കണ്ട് ഒരിടത്തായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മറ്റേതിങ്ങനെ ഓടി കളിക്കായിരുന്നു. അപ്പം പ്രാവിനും കൂടെ നമ്മൾ സെപ്പറേറ്റ് ആക്കിയതുകൊണ്ട് അവരെല്ലാം കൂടെ ഒരിടത്താണ് നിൽക്കുന്നത്. അവരെ കൂട്ടിലും അറക്കപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവരും നല്ല ഇപ്പം നീറ്റായിട്ട് നിൽപ്പുണ്ട്. ഇനി എത്ര ദിവസത്തേക്ക് കാണുമെന്നും പറയാൻ പറ്റില്ല. അവർ പെട്ടെന്ന് തന്നെ എല്ലാം അഴുക്കാക്കിക്കോളും. അപ്പം മേളിലും അവർക്ക് കയറിയിരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ടൗണി പുതിയ ചെയിനൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അവന് ഭയങ്കര ആരോഗ്യം കേട്ടോ. എത്രാമത്തെ ചെയിനായതെന്നറിയാമോ? ഇപ്പോൾ 250 രൂപയ്ക്ക് പുതിയ ചെയിൻ വാങ്ങിച്ചത് അവന്. ഇതിന് തൊട്ട് മുമ്പേ ഉള്ളത് 2 ദിവസം പോലും ഇട്ടില്ല, അത് എവിടെയോ കൊണ്ട് കളഞ്ഞു. അതിന് മുമ്പേ ഉള്ളതെല്ലാം മുറിച്ച് വലിച്ച് പൊട്ടിച്ച് എല്ലാം നശിപ്പിച്ചു. ഒരു ആരോഗ്യസ്വാമിയാണ്. അല്ലോണം കുളിച്ച് നല്ല വൃത്തിയായില്ല. കയറിക്കാം, പോയിക്കോ, അകത്ത് പോ. ഇങ്ങോട്ട് ദാണ്ട് ഇവിടെ ഇടാം. അവിടെ കണ്ടു. എന്താ പറയുന്ന സുഖമാണോ? എന്താ വേണം? സുഖ ചത്തര. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇത് നമ്മുടെ ഈ ജീവജാലങ്ങളെയൊക്കെ വളർത്തുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ പല സബ്സ്ക്രൈബേഴ്സും നമ്മളോട് ചോദിക്കാറുണ്ട്, ചേച്ചി ഇവരെയൊക്കെ വളർത്തിയാൽ ചേച്ചിക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ നോർത്തിലായിരുന്നപ്പോഴൊന്നും ഫാമിലിയായിട്ട് കറങ്ങാൻ പോയതാണ്. പിന്നെ നാട്ടിൽ വന്നിട്ട് ഞങ്ങളങ്ങനെ കറക്കമൊന്നും അധികമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പോയാലും അന്ന് തന്നെ വരത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും യാത്രകളെ നമ്മൾ ചെയ്യാറുള്ളൂ. കാരണം ഇത്രയും ജീവജാലങ്ങളെയൊക്കെ വിട്ടിട്ട് നമുക്ക് അങ്ങനെ പോയി നിൽക്കാനൊന്നും പറ്റത്തില്ല. അപ്പം രണ്ടും കൽപ്പിച്ച് നമുക്കൊരു യാത്രയുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ കർണാടക അഗുംബെ എന്ന സ്ഥലത്ത് ഉടുപ്പിയിൽ ഞങ്ങൾ കറങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരെയൊക്കെ നോക്കിയത് എൻ്റെ ചേച്ചിമാർ, അച്ഛൻ്റെ ചേട്ടത്തിമാരും ഉണ്ട്. എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവരെല്ലാം താമസിക്കുന്നത്. അവരൊക്കെ ഇങ്ങനെ സഹായിച്ചതുകൊണ്ട് നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാനായിട്ട് പറ്റി. പിന്നെ അച്ഛൻ വന്നില്ല. അച്ഛനും പിന്നെ ലീവ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അച്ഛനും 2 ദിവസം ഉണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം ചേട്ടത്തിമാരാണ് ചെയ്തു തന്നത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനത്തെ ധൈര്യത്തെ അവിടെയൊക്കെ ഒന്ന് പോയി കാണാനായിട്ട് സാധിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ പരിശ്രമിച്ചിട്ടാണ് ഞങ്ങൾ ഈ കൂട് വൃത്തിയാക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും നമ്മളതിനകത്ത് ഉൾപ്പെടുത്തണം. അപ്പം കൊച്ചുങ്ങളുടെ അടുത്തൊക്കെ നമ്മൾ ഒരു ജോലി ഏൽപ്പിച്ചാൽ അതെല്ലാം ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ശാഠ്യത്തോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരെന്തോ വേണം, നമ്മൾ നൈസിന് അവരെ ഒന്ന് സോപ്പിട്ട് വാ മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് വേണം നമ്മൾ അവരെയൊക്കെ നമ്മുടെ ഈ പണിയിലോട്ടൊക്കെ ഒന്ന് ഉൾപ്പെടുത്താൻ. അതുപോലെ തന്നെ നമ്മുടെ ആണുങ്ങളെ എന്നുണ്ടെങ്കിൽ അവർ ഭർത്താവിനെ എന്നുണ്ടെങ്കിലും ഈ പണിയിലോട്ടൊക്കെ ഒന്ന് അവർ ചെയ്യുന്ന ജോലിയൊക്കെ ഒന്ന് ഒരു പുകഴ്ത്തി കൊടുക്കുമ്പോഴുണ്ടല്ലോ അവർ നൈസായിട്ട് വന്ന് നമ്മുടെ കൂടെ നിന്ന് ഈ പണികളൊക്കെ ചെയ്തു തരും. അപ്പം നമുക്കത് പൈസ കൊടുത്ത് വേണമെങ്കിൽ ചെയ്യിക്കാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ ഒത്തൊരുമിച്ച് ചെയ്യുമ്പോൾ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. അപ്പം അച്ഛനും കൂടി അച്ഛനും ഇതൊന്നും വെറുതെ നോക്കി നിന്നാൽ മതിയായിരുന്നു. പക്ഷേ ഇങ്ങനെ പാവം അച്ഛനും ഇതിനകത്തെല്ലാം ഇത് കാഷ്ടമൊക്കെ കോരാനും കുളിപ്പിക്കാനും കഴുകാനും എല്ലാം അച്ഛൻ ഞങ്ങളുടെ ഒപ്പം കൂടി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കാതെ ഒരു കാഴ്ചക്കാരായിട്ട് നിൽക്കാതെ വീട്ടിലെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഒരുപാട് മുന്നോട്ട് ഉയരങ്ങളിലോട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും.
അതാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കാര്യം. നിങ്ങളും ഇതേപോലെ ഒത്തൊരുമിച്ച് വീട്ടിലെ പണികളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ആ വീട്ടിന് ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുക, ഒരാളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെയൊന്നും ആവാതെ എല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മുടെ കൃഷിയും ഗാർഡനും അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ഈ പെറ്റ് അനിമൽസിനെയൊക്കെ വളർത്തുന്നത്. അപ്പോൾ എല്ലാം ഒന്നൊന്നായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്താണ് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പം നല്ലൊരു കാര്യമാണ്. അപ്പം നമുക്ക് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കാനും അതുപോലെ തന്നെ ഇവരുടെ കാഷ്ടമൊക്കെ നമുക്ക് നമ്മുടെ പച്ചക്കറികൾക്കും നമ്മുടെ ചെടികൾക്കും ഒക്കെ ഉപയോഗിക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ നമ്മൾ പുതുതായിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട്, കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർക്ക് വിത്തുകളോ ഗ്രോ ബാഗുകളോ ഒന്നും കിട്ടാതെ അവർ വിഷമിക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. നല്ല ഇനം വിത്തുകളും ഗ്രോ ബാഗുകളുമാണ് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുക്കുന്നത്. www.minisLifestyle.com വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോ ബാഗുകളും ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.